അയ്യോ, അഞ്ജലി എവിടെ പോയി? കാട്ടുദൈവങ്ങളെ, തൃപ്പങ്ങോട്ട് മഹാദേവ, നിങ്ങൾ വേണം സഹായിക്കാൻ. എനിക്ക് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, സാരമില്ല. പക്ഷേ പ്രസാദേട്ടനൊന്നും പറ്റരുത്. കാരണം വേറൊന്നുമല്ല, പ്രസാദേട്ടനല്ലാതെ എൻ്റെ കുട്ടികൾക്ക് വേറെ ആരും ഇല്ലാത്തത് കൊണ്ടാണ്. ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നു ചേച്ചി പണ്ട് ശ്രീമൂല സ്ഥാനത്ത് വന്ന് ജീവൻ ബലിയിട്ടത്. ഞാനും അതേ സ്ഥാനത്ത് വന്ന് തല വെച്ച് തരാം, ജീവത്യാഗം ചെയ്യാം. പക്ഷേ എല്ലാവർക്കും ആശ്രയമായ പ്രസാദേട്ടനെ മാത്രം നിങ്ങൾ രക്ഷപ്പെടുത്തി തരണം. അഞ്ജലി, നീ എന്തിനൊക്കെ ഇവിടെ? ഞാൻ എണീറ്റപ്പോ പ്രസാദേട്ടൻ നല്ല മയക്കുമായിരുന്നു. രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് ചോദിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുകയായിരുന്നു. കരഞ്ഞു പ്രാർത്ഥിക്കാനോ? നിനക്ക് എന്താ അഞ്ജലി പറ്റിയത്? നീ ഇത്ര ദുർബലയായിരുന്നില്ലല്ലോ. എനിക്കറിയില്ല എനിക്ക് എന്താ പറ്റിയതെന്ന്. ഞാൻ ആകെ തളർന്നു പോയതുപോലെ. മരിക്കുമെന്ന ഭയമാണോ ഇതൊക്കെ? അതിലും വലുതല്ല മനുഷ്യന് വേറൊന്നും എന്ന് കേട്ടിട്ടുണ്ട്. എനിക്കെന്റെ മരണത്തെക്കുറിച്ച് പേടിയില്ല. പ്രസാദേട്ടനൊന്നും പറ്റരുത്, അത് മാത്രമേ ആഗ്രഹം ഇപ്പോൾ ഉള്ളൂ. സത്യം പറഞ്ഞ ഇത്ര നാളും ഇതാണ് ഞാൻ ഭയന്നിരുന്നത്. എന്റെ കൂടെ നിന്ന് അവസാനം പ്രസാദേട്ടന് ആപത്തിൽ ചാടുവെന്ന്. അത് പേടിച്ച ഒന്നും ഞാൻ തുറന്നു പറയാതിരുന്നത്. പക്ഷേ അവസാനം എന്റെ ആ ഏറ്റവും വലിയ പേടി തന്നെ ഇതാ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ. പക്ഷേ വിശ്വസിച്ചോളൂ, ഞാനൊരിക്കലും പ്രസാദേട്ടനെ മരണത്തിന് വിട്ടുകൊടുക്കില്ല. ഇതെന്റെ വാക്കാ. വിടരുതവരെ, ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. അങ്ങോട്ട് നോക്കാം, വാ വേഗം വാ. ഇന്ന് രാത്രി തന്നെ പൊക്കണം രണ്ടിനെ. അഞ്ജലി, വാ വാ വരാൻ. ശബ്ദം കേൾക്കുന്നുണ്ട്, എവിടെയുണ്ട്? വേഗം വാ. വാ വേഗം വാ. Stop it! Bloody rascal! എന്നെ വെട്ടിച്ച് നീയൊക്കെ എത്ര ദൂരം ഓടുന്ന കരുതിയേ? ഓട്ട മത്സരമൊക്കെ കഴിഞ്ഞു. ഇനി സമ്മാനദാനമാ. ഇതാണ് സമ്മാനം. ഒന്നാം സമ്മാനം ഇവൾക്ക്, തോക്ക. രണ്ടാം സമ്മാനം നിനക്ക, ഈ കത്തി. നിന്നോട് മര്യാദയ്ക്ക് ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് പൊക്കോളം പറഞ്ഞതല്ലേ? എന്നിട്ട് അനുസരിച്ചു വന്നേ? ഇല്ല. പകരം ഞങ്ങളിൽ ഒരാളെ വീഴ്ത്താൻ കൂട്ടുനിന്നോ? അതിനുള്ള പ്രതിഫലം ഇതാ.
വാടാ, വാ. വാ. ആ. അങ്ങോട്ട് മാറിയിട. ഇനി ഇവനെ നമുക്ക് ആവശ്യമില്ല. ജാക്സൺ, ഫിനിഷ് ഹിം. വേണ്ട വേണ്ട, ഒന്നും ചെയ്യരുത്. അടങ്ങി നിൽക്കണേ മര്യാദയ്ക്ക്. അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത്. വേണ്ടായിരിക്കണേ. അവന്റെ കാര്യം ക്ലോസ്. ഇനി നമുക്ക് പോകാം. ഇങ്ങോട്ട് പോടി. വെക്കട വെടി. വെടി വെക്കാൻ.
ദൈവങ്ങളെ, നിങ്ങൾ എന്റെ പ്രാർത്ഥന കേട്ടു. എത്ര നാള് കൂടിയിട്ടാ കുട്ടികളെല്ലാരും കൂടി ഈ വീട്ടിൽ ഒരുമിച്ച് കൂടിയത്. എത്രമാത്രം സന്തോഷത്തിലും സമാധാനത്തിലുമാ ഇന്നലെ അന്തി ഉറങ്ങിയെന്നറിയോ? ഇനിയുള്ള ദിവസങ്ങളിലും ഈ കുടുംബം ഇങ്ങനെ തന്നെ പോണേ ഭഗവാനെ. ശ്രീ മഹാദേവ, ശ്രീ മഹാവിഷ്ണു കാത്തോളണേ. സത്യം പറഞ്ഞ യഥാർത്ഥ ജീവിത സുഖം എന്ന് പറയുന്നത് മക്കളെല്ലാം നന്നായി മനസ്സമാധാനത്തോടെ ഇരിക്കുമ്പോഴാ. ഇനി ഇവിടെ എന്റെ പ്രസാദ് കൂടി വന്നു ചേർന്ന പൂർണ്ണ തൃപ്തിയായി എന്ന് പറയാം. അയ്യോ ഈശ്വര, പ്രസാദിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണല്ലോ ഈ ദുശോകനം. എന്റെ മോൻ എന്തെങ്കിലും ആപത്ത് പിണഞ്ഞോ ഭഗവാനെ? എന്റെ ഈശ്വര. ആഹാ, നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതേ ഉള്ളോ? കുറച്ചു നേരം ആയാലും ഇങ്ങോട്ട് വന്നിട്ട്. അങ്ങനെയല്ല, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാ, അപ്പോഴേ ഈ ദുശകനം. എന്തു പറ്റി? തിരി വെച്ചപ്പോ കൈ തട്ടി കിണ്ടി താഴെ വീണു. ഓ, അത്രേ ഉള്ളൂ. അത് സാരമില്ല. ആ തറയിൽ വീണ വെള്ളം തുടച്ചിട്ട് കിണ്ടി എടുത്തു വച്ചാ മതി. ഞാൻ പ്രസാദിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാ കൈ തട്ടി കിണ്ടി താഴെ വീണത്. എന്താ ചന്ദ്രേട്ടാ ഇതിന്റെ അർത്ഥം? എന്തർത്ഥം? എന്റെ മോന് എന്തോ അപകടം പറ്റിയെന്നല്ലേ? ശേ, അങ്ങനെയൊന്നും അല്ല. നീ വെറുതെ വേണ്ടാത്ത വ്യാഖ്യാനമൊന്നും കൊടുക്കല്ലേ. വ്യാഖ്യാനിച്ചൊന്നുമല്ല, എന്റെ ഉള്ളിലൂടെ ഒരു ഇടിമിന്നല കടന്നു പോയത്. വരാന്ന് വാക്ക് പറഞ്ഞിട്ട് ആൾ ഇതുവരെ വന്നിട്ടുമില്ല. ഈശ്വരന്മാരെ, അവനെന്തോ പറ്റിയെന്നുള്ളത് തീർച്ചയായും എനിക്ക്. രുക്മിണി, നീ ഇങ്ങനെ നിലവിളിച്ച് കുട്ടികളെ കൂടി പേടിപ്പിക്കല്ലേ. അവനെ ഒന്ന് ഫോൺ വിളിച്ചു നോക്കിയാ അറിയാലോ എന്താ അവസ്ഥയെന്ന്. ആ, അത് ശരിയാ. എന്നാ പിന്നെ ചന്ദ്രേട്ടനൊന്ന് വിളിക്കോ? വിളിച്ചിട്ട് ഇങ്ങോട്ടൊന്ന് വേഗം വരാൻ പറ. എനിക്ക് അവനെ നേരി കാണാതെ ഒരു സമാധാനവും ഇല്ല. ശരി ശരി, വിളിക്കാം. നീ കിടന്ന് വെപ്രാളപ്പെടാതെ. എന്റെ ഈശ്വരന്മാരെ. എന്താ എന്താ എടുക്കുന്നില്ലേ അവൻ? റേഞ്ച് ഇല്ലെന്നാ പറയുന്നേ. അതിലിത്ര പരിഭ്രമിക്കാനൊന്നുമില്ല. എന്റെ ഭഗവാനെ, എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എന്റെ മോനിപ്പോ എവിടെയാ? അവരിങ്ങോട്ടുള്ള യാത്രയിലായിരിക്കും രുക്മിണി. താമസിച്ചാണോ പോകുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. വേണ്ടാത്തതൊക്കെ ആലോചിച്ച് കൂട്ടി മനസ്സ് കെടുത്താതെ നീ അടങ്ങിയിരുന്ന പൂജ പൂർത്തിയാക്ക്. ഇതാ നല്ല പാടായത്. എന്തോ എനിക്ക് കേട്ടിട്ട് നല്ല പേടിയാവുന്നു. എന്റെ കുഞ്ഞിനൊരാപത്തും വരത്തില്ലേ ദൈവങ്ങളെ. ஏய் நல்லம்மா, இங்க ஒண்ணுமே தேன் கிடைக்கிற லட்சணம் இல்லையே. பேசாம வாடி. இங்க எங்கேயோ மரப்பத்திலையோ பாறை இடிக்கலையோ தேன் இருக்குன்னு தான்
படுவையில முப்ப சொல்லியாச்சு. ஓ அப்படியா? ஆமா. നിങ്ങടി ഇങ്ങ പാரு. யாரது? ஒரு பொண்ணு தானே. வா பார்க்கலாம். வேணாம் வேணாம், யாருன்னு என்னதுன்னு தெரியாம வெளியூர் பசங்களை நாம் எதுக்கு பார்க்கணும்? நமக்கு எதுக்கு இந்த மாதிரி வேலை? வேணாம் நல்லம்மா, நமக்கு போலாம். மனசாட்சி இருக்காடு உனக்கு? இந்த காட்டுல யாரு வந்தாலும் அது மலமூர்த்தியோட நிச்சயம் தானே. பாக்குறது நம்ம கடமை. நான் இல்லை. அப்படின்னா நீ போ. பார்க்கலாம். ஏய் ஏய், யாரம்மா நீ? கண்ணு தரம்மா. அம்மா கண்ணு தரா. அம்மா 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 கண்ணு துறை. அம்மா கண்ணு தரம்மா. என்னாச்சு? கண்ணு தரா. அம்மா அம்மா கண்ணு தரா. டி கொஞ்சம் தண்ணி எடுத்து மூஞ்சில ஊத்து. சீக்கிரம் எடுடி. ஊத்து ஊத்து. அம்மா யாரம்மா நீ? எப்படி இங்க வந்த? அம்மா நீ யாருன்னு சொல்லு. ആരാ നിങ്ങളൊക്കെ? ഞാനെങ്ങനെ ഇവിടെ വന്നത്? இது வந்து உச்சமாளி ஊரு. உச்சமாளி அம்மாவின் அன்பான தேசம். പ്രസാദേട്ടൻ 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 എവിടെയാ? அது யாரு? இங்க அந்த மாதிரி யாருமே இல்லையே. പ്രസാദേട്ടൻ പ്രസാദേട്ടാ 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 പ്രസാദേട്ടാ. പ്രസാദേട്ടാ പ്രസാദേട്ടാ. നല്ലമ്മാ നല്ലമ്മാ. அங்க 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 அதுக்கு என்ன இருக்குடி? அங்க ஒரு ஆளு சத்த மாதிரி கிடக்குறேன். ஐயோ ஐயோ என்னாச்சு? ஐயோ சத்து போச்சா? அதான் உயிர் இருக்கா? ഉയർ എടുക്കാന്ന് தெரியாது. അത് അതെന്റെ പ്രസാദേട്ടൻ തന്നെയാ. ഒന്ന് സഹായിക്കാമോ? வாங்கடி எல்லாரும் வாங்க. പ്രസാദേട്ടാ 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 എണീക്ക്. പ്രസാദേട്ടാ എണീക്ക്. പ്രസാദേട്ടാ 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 എണീക്ക്. പ്രസാദേട്ടാ അയ്യോ പ്രസാദേട്ടാ പ്രസാദേട്ടാ എണീക്ക്. കണ്ണു തുറക്ക് പ്രസാദേട്ടാ. வந்து அடிபட்ட மாதிரி தானே இருக்கு. உங்களுக்கு வைத்தியம் மூத்தம் வந்தால்தான் ஏதாவது செய்ய முடியும். പ്രസാദേട്ടാ എണീക്ക്. പ്രസാദേട്ടാ
ഇന്ന് രാത്രി പുലരും മുമ്പ് ഈ കാട് മുഴുവൻ അരിച്ച് പെറുക്കേണ്ടി വന്നാലും അവളെ ഞങ്ങൾ പൊക്കിയിരിക്കും. പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാണെങ്കിൽ ഈ ഹൈദരലി ഇങ്ങോട്ട് വിളിക്കേണ്ട സമയം കഴിഞ്ഞല്ലോ. രാധയെ ഇതിനകം കൊടുക്കാനും കൂടെയുള്ള മറ്റവനെ കുഴിയെടുത്ത് മൂടാനും ആവശ്യത്തിന് സമയം അവർക്ക് കിട്ടിക്കഴിഞ്ഞു. എന്നിട്ടും വിളി വന്നില്ലെന്ന് വെച്ചാൽ ഒന്ന് അങ്ങോട്ട് വിളിച്ചു നോക്കിയാലോ.